Good evening, children. നമുക്ക് പഠിക്കാൻ തുടങ്ങാം അല്ലേ? ഇന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നല്ല വൃത്തിയായിട്ട് ഇരുന്നേ. ഇങ്ങനെ ആടിക്കളിക്കാതെ. ഓൾ സ്റ്റാൻഡ്. അമ്മമാരും അതന്നെ ഇപ്പൊ ഒന്ന് പിടിച്ചിരുത്തതേ ഉള്ളൂ. ഇനി എഴുന്നേൽക്കാൻ പറഞ്ഞാല് ആകെ ബുദ്ധിമുട്ടാവുന്നല്ലേ? Sit down. Stand up. Hands up. Hands down. Sit down. Sit down. Sit down പറഞ്ഞപ്പോ ആരൊക്കെയോ ചാടി എഴുന്നേറ്റല്ലോ. Okay. Take your textbook. ബുക്ക് എടുത്തോ എല്ലാവരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്രാവശ്യം ഉണ്ടല്ലോ UKG ഹോംവർക്ക് 1 or 2 പേര് മാത്രമേ ഒരു 2-3 ദിവസം പിടിച്ചുള്ളൂ. ബാക്കി എല്ലാവരും 2 ദിവസത്തിനുള്ളിൽ ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്തു. വെരി ഗുഡ്. നിങ്ങൾക്ക് അന്നേരം പെട്ടെന്ന് ചെയ്യാനൊക്കെ അറിയാം അല്ലേ? മിസ് ഒരാഴ്ചയൊക്കെ സമയം തരുമ്പോൾ നിങ്ങൾ അവിടെ വെക്കും. ഇപ്പൊ 2 ദിവസം കൊണ്ട് എഴുതാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും 2 ദിവസം കൊണ്ട് എഴുതി ഫുള്ള് തീർത്തു. വെരി ഗുഡ്. നല്ല കുട്ടികളാ കേട്ടോ. അപ്പൊ ഇനി 2 ദിവസം ഒന്നും വേണ്ടല്ലോ. ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ ഹോംവർക്ക് എഴുതില്ലേ? പറ്റൂല അല്ലേ? നാളെ എഴുതി കാണിച്ചാൽ മതി കേട്ടോ. ഇന്ന് എന്നെ ക്ഷീണമല്ലേ, പഠിച്ചതിന്റെ ക്ഷീണമൊക്കെ ആയിരിക്കും. നമുക്ക് നാളെ എഴുതി കാണിക്കാം. നാളെ എഴുതണം കേട്ടോ. ഒത്തിരി അങ്ങ് നീണ്ടു പോരുത്. ഇപ്പൊ നമ്മൾ എവിടെയാ പഠിച്ചത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആൻഡ്രോസ് അൺമ്യൂട്ട് ചെയ്തേ. എന്താ ഉറങ്ങുന്നേ? എവിടം വരെ നമ്മള് പഠിച്ചു ഒന്ന് പറയോ? അമ്മ ഒന്ന് വന്നേ, വേഗം അൺമ്യൂട്ട് ചെയ്യ്. അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ, വായിച്ചോ. വായിച്ചോന്നല്ല, എവിടം വരെ നമ്മള് പഠിച്ചു? ഞാൻ വരെ പഠിച്ചോ? ചാച്ച ജാച്ച ഞാൻ വരെ പഠിച്ചു. കറക്റ്റ്, ശരിയാണ്. അപ്പം വ്യഞ്ജനാക്ഷരങ്ങള് നമ്മള് എവിടം വരെ പഠിച്ചു? ക ഖ ഗ ഘ ങ ചാച്ച ജാച്ച ഞ. ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. ഇങ്ങനെ തന്നെ പഠിക്കണം. എങ്ങനെയാ നമ്മള് സ്വരാക്ഷരങ്ങൾ പറയാ? ടീച്ചറിന്റെ കൂടെ പറയോ? അ ആ ഇ ഈ ഉ ഊ ഇർ എ ഐ ഓ ഔ അം ആ. വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ്? ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ. ഇനി അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? മലയാളത്തിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചില്ലേ? ഞാൻ കഴിഞ്ഞ അടുത്ത അക്ഷരം എന്താണ്? അത് തന്നെയാണ് ഹിന്ദിയിലും. ട അല്ലേ? ടായാണ് പഠിക്കാൻ പോകുന്നത്. ട ഠ ഡ ഠ ണ. അതില് ടായാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏതാക്ഷരം? ട അല്ലേ? Ta say tomato. What is this? Tomato. Ta say tomato. Ta say tub. Ta say tum tum. എന്ത് വാക്കാതല്ലേ? ടം ടം എന്ന്. നിങ്ങൾ പാത്രത്തിനൊക്കെ ഇടിക്കുന്ന പോലെ ടം ടം. എന്താ അത്? ടാസേ ടമാറ്റർ എന്ന് പറഞ്ഞ എന്താണ്? ടമാറ്റർ എന്ന് പറഞ്ഞ തക്കാളി അല്ലേ? ടൊമാറ്റോ. ടാസേ ടമാറ്റർ. Say all of you. Tase tomato. Tase tub. Tase tum tum. ടമാറ്റർ എന്ന് പറഞ്ഞാല് ടൊമാറ്റോ തക്കാളി. ടബ് എന്ന് പറഞ്ഞ എന്താണ്? ആരുടെയൊക്കെ വീട്ടിലുണ്ട് ബാത്ത് ടബ്? ഇഷാന്റെ വീട്ടിലുണ്ട്. പിന്നെയോ നെയ്ജലിന്റെ വീട്ടിലുണ്ട്. പിന്നെ ബാത്ത് ടബ് ഉള്ളവര്, കുളിക്കുന്ന ടബ് ഉള്ളത് ആരുടെയൊക്കെ വീട്ടിലുണ്ട്? ഇങ്ങനത്തെ ടബ് ഉള്ളവര്
എല്ലാവരുടെയും ഒന്നും വീട്ടിലില്ല അല്ലേ? സാരമില്ല. അപ്പൊ നമ്മള് ടബ് എന്ന് പറഞ്ഞ എന്താണ്? വെള്ളമൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന, അത് കണ്ടില്ലേ? നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബാത്ത് ടബ് കണ്ടിട്ടില്ലേ? അതാണത്. ടം ടം. ടം ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരവണ്ടി. അതിനാണ് ടം ടം എന്ന് പറയാം. കുതിരവണ്ടി കണ്ടോ? കുതിരനെ ഓടിച്ചു പോകുന്ന കണ്ടോ? കുതിരവണ്ടി. പണ്ട് കാലത്ത് ബസ്സും കാറൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാ യാത്ര ചെയ്തിരുന്നത്? കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ആയിരുന്നു അല്ലേ? അതാണ് ടം ടം മീൻസ് കുതിരവണ്ടി. ഒന്നുകൂടി വായിച്ചേ. ടാസെ ടമാട്ടർ, ടാസെ ടബ്, ടാസെ ടം ടം. ഒന്നുകൂടെ. ടാസെ ടമാട്ടർ, ടാസെ ടബ്, ടാസെ ടം ടം. നല്ല രസമുണ്ടല്ലേ വായിക്കുന്നതൊക്കെ? ഒന്ന് വായിച്ചേ ഭാവിയാമി, കേൾക്കട്ടെ. കേൾക്കട്ടെ, വായിക്കുന്നത് കേൾക്കട്ടെ. ശ്രദ്ധിച്ചോ നോക്കട്ടെ. ടമാട്ടർ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെയാണ്? ടാസെ ടമാട്ടർ, ടാസെ ടമാട്ടർ, ടാസെ ടബ്, ടാസെ ടം ടം. വെരി ഗുഡ്. ഇത് തന്നെ വായിക്കണം എല്ലാരും കേട്ടോ. അപ്പം ടാ എങ്ങനെ എഴുതി നമുക്ക് പഠിക്കണ്ടേ? എങ്ങനെയാ ടാ എഴുതുക? ഈസി ആണല്ലേ? ഇപ്പൊ അക്ഷരങ്ങളൊക്കെ ഈസി ആയി. ടായൊക്കെ എഴുതാൻ വിഷമമൊന്നുമില്ല. എന്നാലും മിസ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയാ ടാ എഴുതുക? ആദ്യം ഒരു കുഞ്ഞു വണ്ണ് പോലെ വരച്ചു. രണ്ടാമത് ഇങ്ങനെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. തുടക്കം ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ആദ്യം ഒരു വര വരച്ചു, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് നേരെ വരയ്ക്കുക. എത്രയേ ഉള്ളൂ. ടാ അല്ലേ? ടാ. ആദ്യം തുടങ്ങേണ്ട എങ്ങനെയാണ് തുടങ്ങേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുഞ്ഞു വര വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ എഴുതുക, എന്നിട്ട് മുകളിൽ വരയ്ക്കുക. ടാ. ഏതാക്ഷരം മലയാളത്തിൽ കണ്ടോ? ടാ. ഇത് നിങ്ങള് അക്ഷരദീപത്തില് എഴുതണം. ഇപ്പൊ എഴുതണ്ട, മിസ് പറയുമ്പോ എഴുതിയാ മതി. ഇപ്പം ടാ എഴുതുന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം അക്ഷരദീപത്തിന്റെ ഫസ്റ്റ് ലൈനിൽ എഴുതുക, ബാക്കി എഴുതണ്ട ഇപ്പൊ കേട്ടോ. അക്ഷരദീപത്തിന്റെ ഫസ്റ്റ് ലൈനിൽ ഒരു പ്രാവശ്യം എഴുതുക. സമജ്ഞ അക്ഷരദീപത്തിൽ എന്താണ് വാക്ക്? ടാസെ ടമാട്ടർ തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? ഭവിക എഴുതി. വെരി ഗുഡ്. അതെ, മനസ്സിലായി. ഓക്കെ, ഈസി ആണല്ലേ? മിസ് അത് എങ്ങനെ എഴുതണ്ടേന്നൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല. അത് ഈസിയാണ്. എഴുതിയവര്. ഓക്കെ, ക്ലോസ് ചെയ്തോ. ഒരു അക്ഷരം കൂടെ നമുക്ക് പഠിക്കണം, എന്നാലേ നമുക്ക് ഈ വാക്കുകളൊക്കെ തീരുള്ളൂ. ടാസെ ടമാട്ടർ, ടാസെ ടബ്, ടാസെ ടം ടം. ലിസൺ ഹിയർ. പെൻസിലോട് വെച്ചേ. അവിടെ വെച്ച പെൻസില് നോക്കിക്കേ. അടുത്തത്, അടുത്ത അക്ഷരം നോക്കിയേ. ഠ. ഏതാണ്? ഠ അല്ലേ? ടാസെ എന്താണ്? ഠേല. ഠേല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഉന്തുവണ്ടി. സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉന്തിക്കൊണ്ടു പോകുന്നില്ലേ? അതാണ് ഠേല. ഠാസെ ഠഡേര, ഠാസെ ഠപ്പ. ഠഡേര എന്ന് പറഞ്ഞ എന്താണ്? നമ്മള് കുടമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഠഡേര. ഫിംഗർ എന്ന് പറയും. ഉണ്ടോ? മൺകുടമൊക്കെ ഉണ്ടാക്കുന്ന ആളാണത്. ടപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ടപ്പ എന്നുള്ള സാധനം? നമ്മുടെ സീല് വെക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ? സീല്. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടോ? അവിടെ കാണാലോ എപ്പോ ഇങ്ങനെ സീൽ അടിച്ചോണ്ടിരിക്കുന്ന അല്ലേ? അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? സീല് കണ്ടിട്ടില്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ പപ്പയുടെ അമ്മയോട് പറയണം ഒന്ന് എനിക്കത് കാണിച്ചു തരണമെന്ന്. ഇത് സീല് കണ്ടോ? ടപ്പ ഇങ്ങനെ ഒരു സാധനമാണ്. ഒന്നുകൂടെ വായിച്ചത്. ഠാസെ ഠേല, ഠാസെ ഠഡേര. വായിക്കുന്നുണ്ടോ നിങ്ങള്?
എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്താലേ ഭയങ്കര സൗണ്ട്, അതുകൊണ്ടാ ഒരാളെ പോലും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കരമായിട്ട് സൗണ്ട് വരിക. അപ്പൊ നിങ്ങൾ വായിച്ച് ഉറക്കെ എവിടുന്ന് ടാസേട്ടേല, ടാസേട്ടടേര, ടാസേട്ടപ്പ. ഒന്നുകൂടെ ടാസേ ടമാട്ടർ, ടാസേ ടബ്, ടാസേ ടംടം, ടാസേ ഠേല, ടാസേ ടടേര. ആരോമലേ എവിടെയാ നോക്കുന്നത്? മിസ് എന്താ പറഞ്ഞത്? ബുക്കില് നോക്കിയിട്ട് കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം എന്നാ പറഞ്ഞത്. ആരോമൽ എന്തിനാ കരയുന്നേ? പപ്പ അടിച്ചു ഇന്നോ? എന്തോ ഒരു സങ്കടം പോലെ ആരോമലിന്. അൺമ്യൂട്ട് ചെയ്ത മോനെ ചോദിക്കട്ടെ, എന്ത് പറ്റി? എന്തോ ക്ഷീണം പറ്റിട്ട് ഒരു ചെറിയ ഒരു ഉറക്കം കഴിഞ്ഞിട്ട്. അതാണോ? രണ്ടെണ്ണം എഴുതാൻ പറ്റാഞ്ഞിട്ടാണോ? ഇപ്പൊ ഉറങ്ങി കേട്ടോ. അതല്ല, ഇപ്പൊ ഉറങ്ങിപ്പോയേ. എന്തോ ഒരു ക്ഷീണം ഉണ്ട് അവന്, എന്തോ ഒരു വയ്യായിക വരാൻ വേണ്ടി, അതിന്റെയാന്ന് തോന്നുന്നു. അപ്പൊ മോനെ സുഖം ഇല്ലെങ്കിൽ എഴുതണ്ട കേട്ടോ, പിന്നെ എഴുതിയാ മതി. നമുക്ക് ഒരാഴ്ചയൊക്കെ സമയമില്ലേ? മിസ് ഉണ്ടല്ലോ, മിസ് കുറച്ച് മടിയന്മാരുണ്ട് നമ്മുടെ ക്ലാസ്സില്, അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. നമ്മുടെ അർജുൻ രാജേഷ് ഒക്കെ കുറച്ച് മടിയനാ. എഡ്വിൻ ജോസഫ് അല്ലേ, ധ്യാനുണ്ട്, ഇവരൊക്കെ കുറച്ച് മടി പിടിച്ചിരിക്കുക. പക്ഷെ അവരൊക്കെ അന്ന് തന്നെ ഹോംവർക്ക് ചെയ്തിടുവേ, മടിയായാലും. അല്ലേ ധ്യാനെ? ചുമ്മാ പറഞ്ഞാട്ടോ. ആരോമല് സമാധാനമായോ? ആരോമലെ സാരമില്ല കേട്ടോ, രണ്ടെണ്ണൊന്നും കുഞ്ഞ് എഴുതണ്ട. ബാക്കി അമ്മയോട് എഴുതാൻ പറഞ്ഞാൽ മതി കേട്ടോ. ആരോമലിന്റെ കാര്യത്തിൽ മാത്രം കേട്ടോ, ബാക്കി എല്ലാരും ഇനി അമ്മയോട് പറയണം. മിസ് പറഞ്ഞിട്ടുണ്ട് അമ്മ എഴുതിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അല്ലേ? അങ്ങനെ പറ്റരുത്. ആരോമലിന്റെ എന്തോ സുഖം ഇല്ലെന്ന് തോന്നുന്നു, പനിയാന്ന് തോന്നുന്നു. നിങ്ങളെല്ലാരും നോക്കിയൊന്ന് ആരോമലിനെ സങ്കടപ്പെട്ടിരിക്കുന്നേ. സാരമില്ല കേട്ടോ ആരോമലെ, പിന്നീട് എഴുതിയാ മതിയേ. വയ്യായികൊക്കെ മാറിയിട്ട് എഴുതിയാ മതി കേട്ടോ. ആരോമല് കരഞ്ഞ മിസ് അതിനെക്കാളും നേരത്തെ കരയും. കരയല്ലേ? മിസ്സിന്റെ കണ്ണൊക്കെ നിറഞ്ഞെടുക്കും ഇപ്പൊ. സാരമില്ല, പോട്ടെ. മോൻ അവിടെ ഇരുന്നു കേട്ടോ. അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ആരോമലിനെ. ഇനിയിപ്പോ എഡ്വിൻ ജോസഫ് പോയിട്ട് അമ്മയോട് പറഞ്ഞേക്കരുത്, അമ്മ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ എഡ്വിൻ. എനിക്കറിയാം നിങ്ങളെ അറിയാതെ അമ്മമാരെ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, നല്ല മടിയാന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ അതൊന്നും കേൾക്കണ്ട കേട്ടോ. നിങ്ങൾ ടീച്ചർ പറഞ്ഞ് കേട്ടിട്ട് ഇത് ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണേ. അല്ല വൈഷ്ണവേ? വൈഷ്ണവ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇവിടെ? പഠിപ്പിച്ചു കഴിഞ്ഞില്ലല്ലോ എഴുതാൻ. ശ്രദ്ധിച്ചേ, കണ്ടോ ആരോമല് കരഞ്ഞിട്ട് മിസ്സും കരഞ്ഞു. കരയല്ലേ? ശ്രദ്ധിച്ചേ, ടാസേ ടമാട്ടർ. ഒന്ന് ഉറക്കെ വായിക്കോ നിങ്ങൾ ആരെങ്കിലും ഒരാള്. ആരെയാ വിളിക്കണ്ടേ? അയോൺ വായിച്ചു തീർത്തു. സർജാനെ വിളിക്കാലോ. അവിനാശിന് ഞാൻ ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. അവിനാശിന് എന്തോ റേഞ്ചിന്റെ പ്രശ്നം. ഇന്ന് അവിനാശിനെ വിളിക്കാം. നമുക്ക് ഇതുവരെ കിട്ടിയില്ല അവനെ. അവിനാശേ. അയോൺ സാബിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. വായിച്ചു, മിടുക്കൻ. അവിനാശ്, മിസ് വായിക്കുമ്പോ ഒന്ന് ഉറക്കെ വായിക്കണം കേട്ടോ. ടാസേ ടമാട്ടർ, ടാസേ ടബ്. എല്ലാവരും കൂടെ വായിക്കേ. ടാസേ ടംടം, ടാസേ ഠേല, ടാസേ ടടേര, ടാസേ ടപ്പ. യശ്മി അഭിലാഷ് എവിടെ?
അൺമ്യൂട്ട് ചെയ്തേ. രശ്മിക്ക് മടിയൊന്നുമില്ല കേട്ടോ. രശ്മി അന്ന് തന്നെ ഹോംവർക്ക് ചെയ്തിടും. മിടിക്ക അവള്. ടീച്ചർ പറഞ്ഞ വൈകുന്നേരം തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്തിടും. അല്ലേ രശ്മി? ഇത് വായിച്ചു കേൾക്കട്ടെ. വായിച്ചോ. टमाटर टमाटर टा से टप टा से टमटम टमटम टा से ठेला टा से ढेला टा से टटेरा टटेरा डब्बा डब्बा ഡപ്പ. അത് കുറച്ച് ഉറപ്പിൽ വായിക്കണം കേട്ടോ. ഠ എന്നുള്ള അക്ഷരം ആദ്യത്തെ അക്ഷരം ട, രണ്ടാമത്തെ ഠ. കുറച്ച് ഉറപ്പില്. ഠ, ഹേല, ഠടേര, ടപ്പ. അപ്പം നിങ്ങൾ അക്ഷരദീപത്തിൽ എഴുതണം. പിന്നെ എന്താ വേണ്ടത്? നോട്ട് ബുക്കില് ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി കേട്ടോ. ടാന്നൊരു ഹാഫ് പേജ് എഴുതിയാൽ മതി. ഠാന്നും ഹാഫ് പേജ് എഴുതിയാൽ മതി. ഒത്തിരി എഴുതുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൈ വേദന എടുക്കുന്ന പറഞ്ഞ് അല്ലേ? അങ്ങനെ ഇപ്പം ഠായ് എങ്ങനെ എഴുതും അറിയോ നിങ്ങൾക്ക്? എഴുതുക പട്ടപൂജ്യം വരച്ചാ മതിയോ? പോരാ. ആദ്യം തുടങ്ങുന്നത് ലിപി പോലെ തന്നെ നമ്മൾ എഴുതണം. എങ്ങനെ ആദ്യം വരയ്ക്കുക? ആദ്യം ഒരു കുഞ്ഞു വര വരച്ചു, എന്നിട്ടൊരു റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഏത് സൈഡിലായാലും ഇങ്ങനെ വന്നാൽ മതി. ഠ, എന്നിട്ട് മുകളിൽ വരയ്ക്കുക. ഇതാണ് ഠ. ഫുൾ പേജ് എഴുതുന്നോ ഹാഫ് പേജ് എഴുതുന്നോ? എങ്ങനെയാ നിങ്ങൾക്ക്? ഒരു ഹാഫ് പേജ് മതിയല്ലേ? ഭവിക, വെരി ഗുഡ്. അക്ഷരദീപത്തിൽ എഴുതണ്ടേ? കൈയൊക്കെ വേദന എടുക്കും. കുഞ്ഞി കൈയൊക്കെ വേദനിക്കുന്ന കാണാൻ വയ്യ. ഒരു പകുതി എഴുതിയാൽ മതി കേട്ടോ. ടാ എന്നുള്ള അക്ഷരം പകുതി എഴുതുക, ഠ എന്നുള്ള അക്ഷരം പകുതി എഴുതുക. ഇപ്പൊ കഴിഞ്ഞു. ഇത് വായിച്ചു കേൾപ്പിക്കോ? ആരാണ് വായിക്കുന്നത്? അപ്പൊ ഒരാള് വായിക്കുമ്പോ ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് എഴുതണം അക്ഷരദീപത്തിൽ കേട്ടോ. ജസ്വലൊന്നും അവിടെ ഇരിക്കുന്നുണ്ടാ? എവിടെ നോക്കിയിരിക്കൂടാ? വായിച്ചോ. അവേദി അടുത്തതാണ്. വായിച്ചോ. ജസ്വലും ആരോമലും അല്ലേ? അല്ല, ആരോൾ. അങ്ങനെയല്ല, അങ്ങനെയല്ലോ. ടമാട്ടർ, വെരി ഗുഡ്. രശ്മി നീ എഴുതുന്നില്ല? വേഗം എഴുതിക്കോ. ആരാണ് പേര് പറഞ്ഞത്? സർഗ വായിച്ചേ. പേര് പറഞ്ഞല്ലോ. വിളിക്കാം. സർഗ. വെരി ഗുഡ്. അവേദ്യ. റേഞ്ചില്ലേ മോളെ? വായിച്ചോ. അവേദിക്ക് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടല്ലോ. സ്റ്റക്ക് ആയിട്ടിരിക്കുക. അല്ല, വായിച്ചോ. അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചോ. टमाटर टासे टब टासे टमटम टासे ठेला ठेला टासे कडेरा
സർഗ എഴുതുന്നില്ല. ടാസെ ടപ്പ. വെരി ഗുഡ്. ജിയോണ ഇത് എന്തി കടിച്ചിരിക്കുന്നേ? ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. ഒന്നും കഴിക്കാൻ കൊടുത്തില്ല പെൻസിൽ ഇരുന്നേ. ഇവിടുത്തെ വേണ്ടെന്ന് ഇത് കണ്ടില്ല ഞാൻ ജിയോണ റീഡ് ഫാസ്റ്റ്. ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ നിർത്തി ഇങ്ങനെ വരയ്ക്കണം. ടാസെ ഠേല. ടാസെ ഠേല. ടാസെ ഠഡേര. ടാസെ ഠഡേല. ടാസെ ടപ്പ. ടാസെ ടപ്പ. നെക്സ്റ്റ് ആരാണ് ഇനി? ക്രിസ്റ്റി. അയ്യോ അച്ഛനെ കൂട്ടാനോ. നെക്സ്റ്റ് നസ്ല ഫാത്തിമ കേട്ടോ. ടാസെ ടമാറ്റർ. ടാസെ ടബ്ബ. ടാസെ ടാസെ ടം ടം. ആ ഠ. ടാസെ ഠേല. ആ ടാസെ ഠഡേര. ടാസെ ടപ്പ. ആ വെരി ഗുഡ്. നെക്സ്റ്റ് നഖില ഫാത്തിമ. ടാസെ ടമാറ്റോ. ടാസെ ടബ്. ടാസെ ടപ് ടപ്. ടാസെ ഠേല. ടാസെ ഠേല. ടാസെ ഠഡേര. ടാസെ ഠഡേല. ടാസെ ടപ്പ. ടപ്പ. ആ ഗുഡ്. എഴുതിക്കോട്ടോ. നസീം. വായിച്ചു നസീം മുഹമ്മദ്. ടാസെ ടമാറ്റർ. ടാസെ ടബ്. ടാസെ ടം ടം. ടാസെ ടാസെ ഠേല. ഠേല. ആ ടാസെ ഠഡേര. ഠേല. ടാസെ ടപ്. ടാസെ ടപ്പ. ഓക്കെ വെരി ഗുഡ്. അമ്ന ഫാത്തിമ. ഇത് കൊറേ പ്രാവശ്യമായി കൈ ഉയർത്തുന്നു. അമ്ന വായിച്ച. അമ്മയെ വിളിക്കുന്നു. ടാസെ ടമാറ്റർ. സ്പീഡിൽ വായിക്കും. കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നു. വേഗം വായിക്കും. ടാസെ ടബ്. ടാസെ ടം ടം. ടാസെ ഠേല. ഇക്കല. ഠേല. ടാസെ ഠഡേര. ടാസെ കടല. ഠഡേര. കടല. കടയിലൊന്നുമല്ല. കടല. ഠഡേര. കടല. ടാസെ ടപ്പ. ടപ്പ. ലക്ഷ്മി നീ എഴുതുന്നില്ല? എല്ലാരും ഇപ്പൊ എഴുതിയായിരുന്നു. വൈഷ്ണവ് എവിടെ? വൈഷ്ണവ്
വൈഷ്ണവ് വായിക്കുന്ന കേൾക്കട്ടെ. വൈഷ്ണവ് പിയു പോയോ? മുഹമ്മദ് സിയാനെ പിടിക്കാൻ നമുക്ക്. മുഹമ്മദ് സിയാൻ. വൈഷ്ണവ് വായിക്കുന്നുണ്ടോ? വായിക്കട്ടെ. എന്നിട്ട് മുഹമ്മദ് സിയാൻ അവസരം തരാം. റെഡി ആയിരുന്നോ വൈഷ്ണവ്? സിയാൻ വായിച്ചോ? വൈഷ്ണവ് വരുന്നില്ല. മുഹമ്മദ് സിയാൻ അൺമ്യൂട്ട് ചെയ്യുമോനെ. ലക്ഷ്മി അഭിലാഷ്, where are you going? Tomato. Sit down. Tub. Tum tum. Say tum tum. Dela. Tadela. Tadera. Dappa. Tappa. Very good. ഇനി ആരാണ്? സിയാൻ വായിച്ചു. വൈഷ്ണവ് വരുന്നില്ല അല്ലെ? ഇപ്പം അറ്റൻഡൻസ് എടുത്തോട്ടെ നിങ്ങളുടെ. സമജ്ഞ, ഗോഡ്വിൻ, കാവയാമി, ഗൗരി നന്ദ, അന്ന ഗ്രേസ്, നെയ്ജൽ, അവിനാഷ്, ധ്യാൻ, കാശിനാഥ്, ജിയോണ, ഭവിക, ഇലോൺ ഉല്ലാസ്, ധനലക്ഷ്മി, സർഗ സജിത്, വൈഷ്ണവ്. വൈഷ്ണവെ വായിക്കാൻ വേണ്ടി കേട്ടില്ല, നിന്നോട് കൂട്ടില്ല. അയോൺ, ലക്ഷ്മി, ആൻഡ്രോസ്, ജിയോ, ക്രിസ്റ്റോ ജോൺ, നഹില ഫാത്തിമ, പാർവണ, അനിയ റോസ്, അർജുൻ രാജേഷ്, മുഹമ്മദ് സിയാൻ, അന്ന ഫാത്തിമ, ദേവപ്രിയ, ഇഷാൻ, എഡ്വിൻ, ജോസഫ്, നസീം മുഹമ്മദ്, ഭാവയാമിനെ വിളിച്ചില്ലേ? വിളിച്ചു. ഇനി ആരുടെയും പേര് വിളിക്കാനുണ്ടോ? ഇല്ല, എല്ലാരും ആയി. ഓക്കെ. ജിയോണനെ വിളിച്ചില്ലേ? ആരോമലിനെ. ആരോമൽ, ജിയോണ. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ക്ലാസ് ഇപ്പൊ തീരും. ഇപ്പൊ നിങ്ങള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ. ഹോംവർക്ക് ചെയ്യാൻ 2 ദിവസം തന്നിട്ടുണ്ട്. അതിനപ്പുറം പോയാൽ നോക്കില്ല കേട്ടോ. അപ്പം സുഖമില്ലെങ്കിൽ ഒന്ന് മിസ്സിനെ വിളിച്ച് പറഞ്ഞാ മതി. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. അടുത്ത ദിവസം കാണാം. ബൈ, സീ യു. Thank you. Bye.